ഇതാ അതീവ ജാഗ്രതയിലാണ് രാജ്യം. പ്രതിരോധ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങളനുസരിച്ച് സായുധ സേനകൾ അതീവ ജാഗ്രതയിലെത്തുന്നു. വ്യോമ ഭീഷണി, വ്യോമാക്രമണമാണ് ഉണ്ടാകുന്നത്. ആകാശ യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യോമ ഭീഷണികളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിലുള്ള ആകാശ യുദ്ധത്തിന്മേൽ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സൈനിക കേന്ദ്രങ്ങൾക്കും അതെ ജനവാസ മേഖലകളിലും സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ വരെ ആക്രമണ ശ്രമമുണ്ടായി. സാഹചര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിച്ചു വരികയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അർജുൻ, നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നിരീക്ഷിച്ച് മുന്നിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ തലസ്ഥാനം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി മുന്നിലേക്ക് എന്തായിരിക്കും എന്നുള്ളത് കൂടി നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? വന്നു വീണ ഡ്രോണുകൾ, അത് ആംഡ് ഡ്രോണുകളാണെന്ന് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. താഴെ വീട് പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ. എന്താണ് ഈ ഡ്രോണുകളുടെ പ്രത്യേകത? എന്താണ് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ? ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഈ ഒരു ആക്രമണ ശ്രമം അതിപ്പോൾ പ്രതിരോധ വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് 26 നഗരങ്ങളെ കേന്ദ്രീകരിച്ച് 4 സംസ്ഥാനങ്ങളായി നീളുന്ന 24 നഗരങ്ങളെ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ എത്തി. അത് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെയും ജനവാസ മേഖലകളെയും ലക്ഷ്യം വെച്ചു ആക്രമണ ശ്രമം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ സൈനിക വൃത്തങ്ങൾ അവരുടെ ഔദ്യോഗിക സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നൊരു കാര്യം. ഇതിൻ്റെ ഈ ഒരു ആക്രമണ ശ്രമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ ഇന്നിപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യാക്രമണം എങ്ങനെ വേണമെന്നുള്ള കാര്യമടക്കം തീരുമാനിക്കാനായിട്ട്. നോക്കൂ, നിലവിൽ ഈ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ അത് അവസാനിച്ചിരിക്കുകയാണ്. അതിർത്തിയിൽ മറ്റ് പാക് വെടിവയ്പ്പിൻ്റെ വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും ഒരു പ്രകോപനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ ഒരു ജാഗ്രതയിലാണ് നമ്മുടെ രാജ്യം, മുൻകരുതലിലാണ്. അതിൻ്റെ ഭാഗമായി ഈ ആകാശത്ത് നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള ഭീഷണികൾ, ഏരിയൽ ഭീഷണികൾ ശക്തമായി നിരീക്ഷിക്കുകയാണ് എന്നുള്ള കാര്യം പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അതിനെ ഭേദിക്കാനായി, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ തകർക്കാനായി നമ്മുടെ മിസൈൽ സിസ്റ്റമുകൾ, അതായത് വ്യോമ പ്രതിരോധ മിസൈൽ സിസ്റ്റംസ് ഇപ്പോൾ റെഡിയാണ് എന്നുള്ള കാര്യം കൂടി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുകയാണ്. നിലവിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ള കാര്യം കൂടി കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഇന്നെത്തിയതിൽ ചിലത് ആംഡ് ഡ്രോൺസ് ആണെന്നുള്ള സംശയം കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നിലത്ത് വീണ് പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള ഡ്രോൺ. ഇന്നലെ എത്തിയത് നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രോണുകളായിരുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും, അതായത് സൈനിക കേന്ദ്രങ്ങളിലെല്ലാം ഫോട്ടോഗ്രാഫുകൾ എടുക്കുക, ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ക്ഷമത പരിശോധിക്കുക, റിയാക്ഷൻ ടൈം, വേഗത പരിശോധിക്കുക, തുടർന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുൻനിർത്തിയായിരുന്നു ഇന്നലെ എത്തിയ ഈ ഡ്രോണുകളുടെ പ്രധാന ലക്ഷ്യം. ഇന്ന് അങ്ങനെയല്ല. ചില ഡ്രോണുകളെങ്കിലും ആംഡ് ഡ്രോൺസ് ആണ്. ആംഡ് ഡ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ കുത്തി നിറച്ചവ, അതായത് നിരത്ത് വീട് പൊട്ടിത്തെറിക്കുന്ന ഡ്രോണുകൾ. അത്തരത്തിലൊന്നാണ് ഫിറോസ്പൂരിൽ സംഭവിച്ചത്. നമ്മുടെ ദൃശ്യങ്ങളിൽ നേരിട്ട് കണ്ടത്. ആ ഡ്രോണുകൾ വരുന്നു, അതിലൊന്ന് നിരത്ത് വീണ് പൊട്ടിത്തെറിക്കുന്നു. അതിൽ തീപിടുത്തമുണ്ടായതും അതിൽ തന്നെ കുടുംബത്തിലെ 3 അംഗങ്ങൾക്ക് പരിക്കേറ്റ് അവരെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കൊണ്ടാക്കിയതും എല്ലാം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ചില ആംഡ് ഡ്രോൺസ് ഇന്ന് എത്തി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള തിരിച്ചടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറുത്തുനിൽപ്പായിരിക്കും ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതാണ്. ഇന്ന് വൈകിട്ട് 8:30-ക്ക് ശേഷം 9 മണി വരെയാണ് ഈ ഡ്രോണുകൾ കൂട്ടത്തോടെ എത്തിയത്. എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലെങ്കിൽ പോലും ഇന്നലത്തേതിന് സമാനമായി 200-ഓ 250-ഓ 300-നടുത്ത് ഡ്രോണുകൾ ഇന്നും എത്തിയിട്ടുണ്ട്. ഒരു വ്യത്യാസമെന്ന് പറയുന്നത് കൂട്ടത്തോടെ എത്തുകയല്ല, പല ഇടങ്ങളിൽ കുറച്ചായി വന്ന് പല സ്കാറ്റേർഡായിട്ട്, അതായത് ഒരൊറ്റ ഇടം ലക്ഷ്യമിട്ട് വരാതെ ഒരേ പ്രദേശത്ത് പല മേഖലകളിലായിട്ടായിരുന്നു ഇത് വന്നത്. അതെല്ലാം തകർത്തെറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടി പോലീസിൻ്റെ നേതൃത്വത്തിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആംഡ് ഡ്രോണുകളാണ് ഇന്നിപ്പോൾ വന്നു പതിച്ചതിൽ പലതും. അതാണ് ഈ ഫിറോസ്പൂരിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനവും, അതായത് അതിനുശേഷം ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഫിറോസ്പൂരിലെ ദൃശ്യമാണ്. ആംഡ് ഡ്രോൺ എന്ന് പറയുമ്പോൾ താഴെ വീണ് പൊട്ടിത്തെറിക്കുന്ന ആ രീതിയിലുള്ള ഡ്രോണുകളാണ്. അവിടെയാണ് തീപിടുത്തം ഉണ്ടാകുന്നു. ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേൽക്കുന്നു. കുറച്ചു നേരം മുൻപ് അവിടെ നിന്നുള്ള ഫിറോസ്പൂരിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഡോക്ടറിൽ നിന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിൽ പലർക്കും ഗുരുതരമായ പരിക്കാണ്
വീഴുകയാണ്, പൊള്ളലേൽക്കുകയാണ് ചെയ്തത്. ആ രീതിയിലാണ് പാകിസ്ഥാൻ 6 ഡ്രോണുകളാണ് ഉപയോഗിച്ചത് എന്നുള്ള വിവരമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ, കൃത്യമായ നിരീക്ഷണങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പറയുമ്പോൾ 4 സംസ്ഥാനങ്ങളാണ് പ്രധാനമായിട്ടും ഗുജറാത്ത്, രാജസ്ഥാൻ, ജമ്മു കശ്മീർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ. അതിലിപ്പോൾ ഗുജറാത്തിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിൽ എമർജൻസി യോഗം, അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് എമർജൻസി സെന്ററിലാണ്, ഗാന്ധിനഗറിലാണ് യോഗം ചേരുന്നത്. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഏത് തരത്തിലാണ് ജാഗ്രത ഏർപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് സംബന്ധിച്ചുള്ള യോഗം ഇപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഗുജറാത്ത് CMOയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട്.